പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, എനിക്ക് മാത്രം എന്താ ശമ്പളം കൂടാത്തത്? എന്റെ കൂടെ വന്നവനൊക്കെ കാറ് വാങ്ങി, ഞാനിപ്പോഴും ബസ്സിൽ തന്നെ. നാട്ടിൽ അവനൊക്കെ വീട് വെച്ചു, എന്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെ? ഇങ്ങനെയുള്ള പരാതികളും താരതമ്യങ്ങളുമാണോ പലപ്പോഴും നിങ്ങളുടെ മനസ്സ് നിറയെ? മറ്റുള്ളവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോൾ നമ്മുടെ ജീവിതം മാത്രം ഒരു പരാജയമാണെന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാനും മറ്റുള്ളവരുടെ വിജയങ്ങളെ നോക്കി നെടുവീർപ്പെടാനും നമുക്ക് എല്ലാവർക്കും എളുപ്പമാണ്. എന്നാൽ ഒരു നിമിഷം നിർത്തി നമുക്ക് നിലവിലുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിച്ചാലോ? ഈ രാജ്യത്ത് നമുക്കൊരു ജോലി ഉള്ളതിനെ കുറിച്ച്, എല്ലാ മാസവും നമുക്ക് നാട്ടിലേക്ക് പണമഴിക്കാൻ കഴിയുന്നതിനെ കുറിച്ച്, നമുക്ക് ആരോഗ്യമുള്ളതിനെ കുറിച്ച്. ഈ ഒരു ചെറിയ ചിന്താമാറ്റത്തിന് നിങ്ങളെ കൂടുതൽ സന്തോഷവാനും ആരോഗ്യവാനും സമാധാനമുള്ളവനുമാക്കാൻ മാറ്റാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദി പറയുന്ന ശീലത്തിന്റെ ശാസ്ത്രീയ ഗുണങ്ങളെക്കുറിച്ചും അത് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ എങ്ങനെ സൃഷ്ടിക്കും എന്നതിനെ കുറിച്ചുമാണ് ചർച്ച ചെയ്യുന്നത്. ഇതൊരു മാന്ത്രിക വിദ്യയൊന്നുമല്ല, ശുദ്ധമായിട്ടുള്ള മനഃശാസ്ത്രമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്നാൽ നമുക്ക് ലഭിച്ച നല്ല കാര്യങ്ങളെ തിരിച്ചറിയുകയും അതിന് നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയാണ്. ഇത് വെറുമൊരു താങ്ക് യു പറയുന്നതിലും അപ്പുറമാണ്. ഇത് നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങളെ, അത് ഒരു വ്യക്തിയാകാം, ഒരു സാഹചര്യമാകാം, അല്ലെങ്കിൽ ഒരു വസ്തുവാകാം. നമുക്ക് രണ്ടു തരം കണ്ണടകൾ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഒന്നാമത്തേത് പരാതിയുടെ കണ്ണട. ഇത് വെച്ചാൽ കുറവുകൾ മാത്രമേ കാണൂ. ഇല്ലാത്ത പണം, ഇല്ലാത്ത പ്രൊമോഷൻ, മറ്റുള്ളവരുടെ വീട് എല്ലാം വലുതായി കാണും. രണ്ടാമത്തേത് നന്ദിയുടെ കണ്ണട. ഇത് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ തുടങ്ങും. നമ്മുടെ ആരോഗ്യം, നമ്മുടെ ജോലി, നമ്മളെ സ്നേഹിക്കുന്ന കുടുംബം, നമുക്ക് ഭക്ഷണം തരുന്ന റൂംമേറ്റ്, ഇവയെല്ലാം വിലപ്പെട്ടതാണെന്ന് തോന്നും. ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ഒരു ക്യാമറയുടെ ലെൻസ് മാറ്റുന്നത് പോലെയാണ്. അത് എനിക്കില്ലാത്തത് എന്ന നെഗറ്റീവ് ചിത്രത്തിൽ നിന്നും എനിക്കുള്ളത് എന്ന പോസിറ്റീവ് ചിത്രത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുവിടുന്നു. ഒരേ സാഹചര്യത്തിൽ ഏത് കണ്ണട വെക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ മാത്രമാണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് വെറും ഒരു പോസിറ്റീവ് ചിന്ത മാത്രമല്ല. നന്ദി പറയുമ്പോൾ നമ്മുടെ തലച്ചോറിൽ യഥാർത്ഥത്തിൽ ചില അത്ഭുതകരമായിട്ടുള്ള രാസമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമ്മുടെ തലച്ചോറിലെ സന്തോഷത്തിനും സംതൃപ്തിക്കും കാരണമായിട്ടുള്ള ഡോപ്പോമിൻ, സെറോട്ടോൺ എന്നിവയുടെ ഉൽപാദനം വർദ്ധിക്കുന്നു. ഇതുകൊണ്ടാണ് നന്ദി പറയുമ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള ഒരു ഉണർവ് തോന്നുന്നത്. രണ്ട്, സ്ട്രെസ് കുറയുന്നു. പഠനങ്ങൾ പറയുന്നത് നന്ദി പറയുന്ന ശീലം സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് 23% വരെ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ്. പ്രവാസികളായ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു ഈ സ്ട്രെസ് ആണ്. ഇതിനെ നേരിടാനുള്ള സ്വാഭാവികമായിട്ടുള്ള മരുന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ്. മൂന്ന്, നല്ല ഉറക്കം കിട്ടുന്നു എന്നുള്ളതാണ്. ഇത് പ്രവാസികൾക്ക് വളരെ പ്രധാനമാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ നാളെ എന്ത് ചെയ്യും എന്ന ടെൻഷന് പകരം ഇന്ന് നടന്ന നല്ല കാര്യങ്ങളെ ഓർക്കുമ്പോൾ അത് നെഗറ്റീവ് ചിന്തകളെ മനസ്സിൽ നിന്ന് അകറ്റുകയും നമ്മുടെ മനസ്സ് ശാന്തമാക്കുകയും വേഗത്തിൽ ഉറങ്ങാൻ കഴിയുകയും ചെയ്യും. നാല്, ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നു. നിങ്ങളുടെ റൂംമേറ്റിനോടോ സഹപ്രവർത്തകനോടോ അല്ലെങ്കിൽ ഫോണിലൂടെ ഭാര്യയോടോ ഓരോ ചെറിയ കാര്യത്തിനും ആത്മാർത്ഥമായി നന്ദി പറയുമ്പോൾ ആ ബന്ധത്തെ കൂടുതൽ ശക്തവും ആഴവും ഉള്ളതാക്കും. മറ്റുള്ളവർ നമ്മളെ വിലമതിക്കുന്നു എന്ന തോന്നൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അഞ്ച്, ഇതൊരു വേദനാ സംഹാരിയാണ്. ശാരീരികമായ പല വേദനകൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ആശ്വാസമാണ്. വിട്ടുമാറാത്ത വേദന അനുഭവിക്കുന്നവർ ഗ്രാറ്റിറ്റ്യൂഡ് പരിശീലിക്കുമ്പോൾ അവരുടെ ശ്രദ്ധ വേദനയിൽ നിന്ന് നല്ല കാര്യങ്ങളിലേക്ക് മാറുകയും വേദനയുടെ കാഠിന്യം കുറയുന്നതായിട്ടും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടാകും, ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നത് നല്ലതാണ്, പക്ഷേ ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ ഇത് എന്റെ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരുമെന്നുള്ളത്. ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ശീലമാക്കാനുള്ള ഏറ്റവും എളുപ്പവും ശക്തമായിട്ടുള്ള വഴി ഒന്നിതാണ്, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ അഥവാ നന്ദി എഴുതുന്ന ഡയറി. പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട. ഇതിനായി നിങ്ങൾക്ക് വേണ്ടത് ഒരു ചെറിയ നോട്ട്ബുക്കും ഒരു പേനയും ദിവസത്തിൽ ഒരു 2-3 മിനിറ്റും മാത്രമാണ്. ഒരുപക്ഷെ ഈ 3 മിനിറ്റ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചേക്കാം. ഇത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ ആ ദിവസത്തെ നെഗറ്റീവ് ചിന്തകളോടും നാളത്തെ ടെൻഷനുകളോടും തൽക്കാലം വിട പറഞ്ഞ് ശാന്തമായി ഒരു സ്ഥലത്തിരിക്കുക. എന്നിട്ട് ആ ദിവസം നിങ്ങൾക്ക് നന്ദി പറയാൻ തോന്നിയ 3-4 കാര്യങ്ങൾ ആ ഡയറിയിൽ എഴുതുക. അത് വളരെ വലിയ കാര്യങ്ങളാകണമെന്നില്ല, ഏറ്റവും ചെറിയ കാര്യങ്ങളാണ് പലപ്പോഴും ഏറ്റവും വലിയ സന്തോഷം തരുന്നത്. പ്രവാസികളായ നമുക്ക് എഴുതാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില ഉദാഹരണങ്ങൾ നോക്കാം. ഇന്ന് ജോലി സ്ഥലത്ത് ബോസ് വഴക്ക് പറഞ്ഞില്ല, അതിന് നന്ദി എന്ന് എഴുതാം. കഠിനമായ ഈ ചൂടിലും അധിക സമയം ബസ് കാത്തു നിൽക്കേണ്ടി വന്നില്ല, ബസ് കൃത്യസമയത്ത് വന്നു, അതിന് നന്ദി പറയാം. റൂംമേറ്റ് എനിക്ക് വാങ്ങിത്തന്ന ഭക്ഷണത്തിന് നന്ദി പറയാം. നാട്ടിൽ നിന്ന് മോൾ വീഡിയോ കോൾ വിളിച്ചപ്പോൾ അവൾ ഒരു ഉമ്മ തന്നതിന് നന്ദി പറയാം. ഈ കഠിനമായ ജോലി ചെയ്യാൻ എനിക്കിപ്പോഴും ആരോഗ്യമുള്ളതിന് നന്ദി പറയാം. ഇന്ന് ശമ്പളം കൃത്യമായി അക്കൗണ്ടിൽ വന്നതിനും നന്ദി പറയാം.
എന്തുകൊണ്ട് ഇത് എഴുതണം എന്ന് ചോദിച്ചാൽ, നമ്മൾ വെറുതെ മനസ്സിൽ ഓർക്കുന്നതിനേക്കാൾ ശക്തി എഴുത്തിനുണ്ട്. എഴുതുമ്പോൾ ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ നിങ്ങൾ നിർബന്ധിതനാകും. ഇത് ആ ഓർമ്മയെ, അതുമായി ബന്ധപ്പെട്ട നല്ല വികാരങ്ങളെയും തലച്ചോറിൽ കൂടുതൽ ശക്തമാക്കും. നിങ്ങളിത് തുടർച്ചയായി ഒരു 21 ദിവസം ഇതൊരു ശീലമാക്കി നോക്കൂ. നിങ്ങളുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. പരാതി പറയുന്ന ഒരു മനസ്സിൽ നിന്ന് നന്ദി പറയുന്ന ഒരു നല്ല മനസ്സിലേക്ക് ഒരു മനോഹരമായ യാത്രയായിരിക്കും അത്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഒരു തുടക്കം മാത്രമാണ്. നമുക്ക് തിരക്കിട്ട ജീവിതത്തിനിടയിൽ ഈ ശീലം നിലനിർത്താൻ സഹായിക്കുന്ന ചില വഴികൾ കൂടിയുണ്ട്. ഒന്ന്, ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക്. നിങ്ങൾ റൂമിൽ നിന്നും സൂപ്പർ മാർക്കറ്റിലേക്കോ മെട്രോ സ്റ്റേഷനിലേക്കോ നടക്കുമ്പോൾ ഫോണിൽ നോക്കി നടക്കുന്നതിന് പകരം ബോധപൂർവം നിങ്ങളുടെ ചുറ്റുപാടുമുള്ള നല്ല കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. എനിക്ക് നടക്കാൻ കാലുകളുണ്ടല്ലോ, അതിന് നന്ദി. ഈ കെട്ടിടം കാണാൻ എന്ത് ഭംഗിയാണ്, അതിനെന്റെ കണ്ണുകൾക്ക് നന്ദി. ഇങ്ങനെ നിങ്ങളുടെ നടത്തത്തിൽ ഓരോ കാര്യത്തിനും നന്ദി പ്രകടിപ്പിക്കുക. 2, ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ. നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ ഒരാളെ മനസ്സിൽ ഓർക്കുക. അത് നിങ്ങളെ ഗൾഫിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരാളാകാം, ആദ്യമായി ജോലി തന്ന സ്പോൺസർ ആകാം, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങളെ സഹായിച്ച ഒരു സുഹൃത്താകാം. ആ വ്യക്തിക്ക് മനസ്സുകൊണ്ടൊരു നന്ദി കത്തെഴുതുക. സാധിക്കുമെങ്കിൽ അടുത്ത തവണ അവരെ വിളിക്കുമ്പോൾ ഈ നന്ദി നേരിട്ട് അവരെ അറിയിക്കുക. 3, ഗ്രാറ്റിറ്റ്യൂഡ് ജാർ. ഇത് നമുക്ക് ഒരുമിച്ച് താമസിക്കുന്ന എല്ലാവർക്കും ചേർന്ന് ചെയ്യാവുന്ന ഒരു പരിശീലനമാണ്. ഒരു ചെറിയ കുപ്പിയോ പാത്രമോ റൂമിൽ വെക്കുക. ഓരോരുത്തർക്കും നന്ദി പറയാൻ തോന്നുന്ന കാര്യങ്ങൾ ഒരു കടലാസിൽ എഴുതി ആ പാത്രത്തിലിടുക. ആഴ്ചയിൽ ഒരിക്കൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആ കടലാസ് എടുത്ത് വായിക്കുക. ഇത് റൂമിലെ നെഗറ്റീവ് അന്തരീക്ഷം മാറ്റി കൂടുതൽ പോസിറ്റീവ് ആക്കും. അങ്ങനെ സ്നേഹം നിറയ്ക്കാൻ സഹായിക്കും. 4, നേരിട്ടുള്ള നന്ദി പ്രകടനം. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള നന്ദി പുറത്തേക്ക് പ്രകടിപ്പിക്കുമ്പോഴാണ് അതിന് പൂർണ്ണത വരുന്നത്. ഇത് ബന്ധങ്ങളെ അത്ഭുതകരമായി മെച്ചപ്പെടുത്തും. റൂംമേറ്റിനോട്, നീ ഇന്നലെ എനിക്കായി ചായ ഉണ്ടാക്കി വെച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, ജോലി കഴിഞ്ഞ് വന്നപ്പോ എനിക്കത് വളരെ ആശ്വാസമായി. അതേപോലെ തന്നെ ഭാര്യയെ ഫോണിൽ വിളിക്കുമ്പോൾ, എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച് നീ എവിടെ മക്കളെയും വീട്ടുകാരെയും നോക്കുന്നത് കൊണ്ട് എനിക്കിവിടെ സമാധാനമായി ജോലി ചെയ്യാൻ പറ്റുന്നതെന്ന്, അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന സന്തോഷം ഒന്ന് ആലോചിച്ചു നോക്കൂ. അത് നിങ്ങളുടെ ബന്ധത്തെ കൂടുതൽ ആഴമുള്ളതാക്കും. സുഹൃത്തെ, ഈ സന്തോഷം എന്നത് വലിയ വീടും വില കൂടിയ കാറും ഉയർന്ന ശമ്പളവും നേടുന്നതിൽ മാത്രമല്ല, അത് നമ്മുടെ കയ്യിലുള്ള ചെറിയ കാര്യങ്ങളെ വിലമതിക്കുന്നതിലൂടെയുമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന താക്കോൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ സന്തോഷത്തിന്റെ വാതിൽ തുറക്കാൻ സാധിക്കും. നമ്മുടെ പ്രവാസ ജീവിതം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണ്. പക്ഷേ അതിനിടയിൽ നമുക്ക് സന്തോഷിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ ഉള്ളതിനെ കുറിച്ച് ഓർത്ത് സന്തോഷിക്കാൻ പഠിക്കുക. പരാതികളുടെ ഭാരം ഇറക്കി വെച്ച് നന്ദിയുടെ ചിറകുകളിൽ പറന്നുയരാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.